കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബക്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബക്രത്തിന് ഒരു 10 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് ഒരു 7 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് ഓരോരുത്തരും എടുക്കുക. നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനെ കറക്റ്റ് രണ്ടായിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ വിട്ട് വേണ്ടത്, നമ്മളിപ്പോൾ ഒരു ബക്കറ്റ് നെക്കാണ് കൊടുക്കുന്നത്, നമുക്ക് 3 ഇഞ്ച് മതി വിട്ട്. 3 ഇഞ്ച് വിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ലെങ്ത് ഒരു 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ ലെങ്തും വിട്ടും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിന് കൊടുക്കാം. നമ്മളിപ്പം 6 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ 6 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബക്കറ്റ് നെക്കിന് ഈ ഒരു സൈഡിലും ആ 6 ഇഞ്ച് തന്നെ വരുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ താഴ്ഭാഗത്തെ വിട്ട് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. 2.5യോ 2.25 ഒക്കെ നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ 2.5 ഇഞ്ച് മിച്ചം വരുന്ന രീതിയിലാണ് ഇങ്ങനെ എടുക്കുന്നത്. 2.5 ഇഞ്ച് ഒരു പോയിൻ്റ് കൂടെ വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇവിടേക്ക് ഇതുപോലെയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1 ഇഞ്ചാണ് വിട്ട് ഇതുപോലെ കിട്ടിയിരിക്കുന്നത്. ഈ 1 ഇഞ്ച് സൈഡിലും കിട്ടുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ബക്കറ്റ് നെക്കാണ് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് വരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ ഇതുപോലെ ഈ ഒരു പോയിൻറ്റിനെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു അല്പം ലെവൽ ചെയ്ത് കൊടുക്കാണ്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ 1 ഇഞ്ച് വിട്ട് കൊടുത്തിരിക്കുന്ന പോയിൻറ്റിലൂടെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും വളരെ സ്ലോയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം എൻ്റെ കറക്റ്റ് സെൻറ്റർ വരുന്നിടത്ത് ഒന്ന് സ്മോൾ കട്ടിട്ടൂടെ കൊടുക്കുകയാണ്. അത് കറക്റ്റ് സെൻറ്റർ മാറിപ്പോകാതിരിക്കാനായിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വരച്ചു വെച്ചിരിക്കുന്ന ഇപ്പുറത്തെ സൈഡിലൂടെ വരുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് 2 സൈഡിലും വരുന്ന രീതിയിൽ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റാർച്ചുള്ള ഭാഗം നമ്മുടെ ക്ലോത്തിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് അയൺ ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി മെയിൻ ക്ലോത്തിലേക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കറക്റ്റ് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ആ പോയിൻറ്റിലേക്കായിരിക്കണം നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അവിടെ പിൻ കുത്തി സെക്യൂറാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 3-4 പിന്നൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന അതേ പോയിൻറ്റിലൂടെ നമ്മൾ ഈ ബക്കറ്റ് നെക്ക് ആയതുകൊണ്ട് തന്നെ ഈ കോർണർ വരുമ്പോൾ അവിടെ സൂചി കുത്തി തിരിച്ച് കൊടുക്കുക. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ പോയിൻ്റ് മാറാൻ പാടില്ല. ആ കറക്റ്റ് പോയിൻറ്റിലായിരിക്കണം സൂചി കുത്തി വെച്ച് നമ്മൾ ഇതുപോലെ തിരിച്ചെടുക്കേണ്ടത്. ഇതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമേ. കറക്റ്റായിട്ട് നമ്മളിവിടെ എല്ലാം 2 ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുത്തോണേ. നമ്മൾ ഇതുപോലെ ഇപ്പം ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമേ. നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പ് ഒന്നിൻ്റെ സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല ഒന്ന്. അപ്പോൾ അഴിക്കാനൊന്നും പോകണ്ട. നമ്മൾ താഴത്തെ ക്ലോത്തിൽ സ്റ്റിച്ച് വീഴരുതെന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചിലപ്പം നമുക്ക് ഇതുപോലെയൊക്കെ പറ്റും. അപ്പം നമ്മളതെല്ലാം ക്ലിയർ ചെയ്ത് അവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തങ്ങ് ബാക്കി ചെയ്യുക. ഇപ്പം നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സീം അലവൻസ് നിർത്തിക്കൊണ്ടാണ് ഈ സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളെ സ്റ്റിച്ച് ചെയ്തതിനോട് ചേർത്ത് കട്ട് ചെയ്യരുത്. നമുക്ക് തയ്യൽ തുമ്പ് നിർത്തിക്കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ കോർണർ ഭാഗം നമ്മുടെ ത്രെഡിൽ കട്ട് വീഴാനും പാടില്ല. എന്നാൽ സീം അലവൻസ് ഒത്തിരി നീണ്ടു നിൽക്കാത്ത രീതിയിൽ ആ സൈഡ് കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം സ്ലോയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരല്പം ഫാസ്റ്റാക്കി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്ലോയിൽ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബക്കറ്റ് നെക്ക് ഇവിടെ കറക്റ്റായിട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ അയൺ ചെയ്തെടുക്കണം. ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭാഗം എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ഭാഗം എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ട് അയൺ ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുക.
അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ നമ്മൾ ഈ ഒരു ബക്കറ്റ് നെക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.